ചരിത്ര ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യൂബൻ വിപ്ലവത്തിന്റെ ഹ്രസ്വമായ ചരിത്രത്തിലൂടെ നമ്മൾ ലോക ചരിത്ര കഥകളിലേക്ക് യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ ക്യൂബൻ വിപ്ലവ ചരിത്രത്തെ വിശദമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. എല്ലാവർക്കും വിപ്ലവ ചരിത്രത്തിലേക്ക് സ്വാഗതം. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിച്ച് ഫുൾജാംഷിയോ ബാത്തിസ്തയുടെ സൈനിക സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിക്കാനോ അതിൽ മാറ്റം വരുത്തുവാനോ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിൽ ഭരണകൂടവുമായി സായുധമായ ഏറ്റുമുട്ടലിനെ ജനാധിപത്യ വിശ്വാസികളായ ചെറുപ്പക്കാർ നിർബന്ധിതരായി. ഫിദൽ കാസ്ട്രോയെ ആയിരുന്നു ആ സംഘത്തിന് നേതൃത്വം നൽകിയത്. 1953 ജൂലൈ 26 മെൻകാഡ സൈനിക ബാരക് ആക്രമിച്ചത്. ധീരസാഹസിക പോരാട്ടത്തിന്റെ സ്മരണയെ തുടർന്നുള്ള തന്റെ സഖാക്കളുടെ പോരാട്ടത്തിലും തുടിക്കണമെന്ന് വൈകാരികത കലർന്ന സൂക്ഷ്മ ചിന്തയാണ് ആ പ്രസ്ഥാനത്തിന് ജൂലൈ 26 പ്രസ്ഥാനമെന്ന് പേരിടാൻ ഫിദലിനെ പ്രേരിപ്പിച്ചത്. ക്യൂബൻ വിപ്ലവം വിജയിപ്പിച്ചത് ഫിദലും സഖാക്കളും ചേർന്ന് രൂപീകരിച്ച ജൂലൈ 26 പ്രസ്ഥാനത്തിന്റെ ത്യാഗപൂർണമായ സമരത്തിന്റെ ഫലമായാണ്. റൗൾ കാസ്ട്രോ, ചെ ഗുവേര, ആബേൽ സാന്താമരിയ കാമിലോ, സിയൻ ഫ്യൂഗസ് തുടങ്ങിയവർ നയിച്ച ഗറില്ല പോരാട്ടമാണ് 3 വർഷം നീണ്ടുനിന്ന ധീരസാഹസിക പരിശ്രമങ്ങൾക്കൊടുവിൽ അമേരിക്കൻ പാവ ഭരണകൂടത്തെ കടപുഴകി വിപ്ലവത്തെ പൂർണ്ണതയിൽ എത്തിച്ചത്. ആയിരത്തി 1868 ക്യൂബയുടെ കിഴക്കൻ തീരത്തെ തോട്ടം ഉടമകൾ സ്പെയിനിനെതിരായ കലാപത്തിൽ അണിനിരന്നതോടെയാണ് ക്യൂബൻ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ശക്തമായി തുടങ്ങിയത്. പ്രഭാഷകനും എഴുത്തുകാരനുമായിരുന്ന ഹൊസെ മാർത്തി 1890കളുടെ തുടക്കത്തിൽ ക്യൂബയിലെ പുകയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കിടയിൽ വിപ്ലവ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അവരെ സംഘടിപ്പിക്കുകയും ചെയ്തു. 1892 അദ്ദേഹം ക്യൂബൻ റവല്യൂഷണറി പാർട്ടിക്ക് രൂപം നൽകി. പിൽക്കാലത്ത് രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ജൂലൈ 26 പ്രസ്ഥാനത്തിന്റെയും പ്രാഗ്രൂപമായി ഈ പാർട്ടിയെ കാണാനാവും. കറുത്തവരും വെളുത്തവരും സങ്കരവർഗക്കാരും ആദിമ നിവാസികളും എല്ലാം ഉൾപ്പെടുന്ന തൊഴിലാളികളും സാധാരണക്കാരുമായിരുന്നു മാർത്തിയുടെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ല്. സ്പാനിഷ് കൊളോണിയൽ വാഴ്ച തുടരവെ തന്നെ അമേരിക്കൻ മൂലധനത്തിന്റെ അധിനിവേശവും സമൂഹത്തിൽ വേരുറപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സ്പെയിനിന്റെയും അമേരിക്കയുടെയും പിടിയിൽ നിന്ന് ക്യൂബയുടെ സമ്പൂർണമായ മോചനമായിരുന്നു ഹൊസെ മാർത്തി മുന്നോട്ട് വെച്ച ലക്ഷ്യം. 1895 ഏപ്രിൽ മാസത്തിലാണ് ഹൊസെ മാർത്തിയുടെ നേതൃത്വത്തിൽ ക്യൂബൻ വിപ്ലവകാരികൾ സ്പെയിനിൽ നിന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടാനായി വിമോചന പോരാട്ടം ആരംഭിച്ചത്. മെയ് 19 ആ പോരാട്ടത്തിനിടയിൽ മാർത്തി രക്തസാക്ഷിയായി. 1 വർഷത്തിലേറെ പിന്നെയും ആ വിപ്ലവ പോരാട്ടം തുടർന്നെങ്കിലും സ്പാനിഷ് സൈനിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാത്ത സ്ഥിതി സംജാതമായി. ഈ ഘട്ടത്തിലാണ് അമേരിക്ക സ്പെയിനിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ക്യൂബയിലേക്ക് സൈന്യത്തെ അയച്ചത്. ഇത് ക്യൂബൻ വിപ്ലവകാരികളുടെ ആവശ്യപ്രകാരമല്ല, അമേരിക്കൻ മാധ്യമങ്ങളിൽ നിന്ന് ഉയർന്ന മുറവിളിയെ തുടർന്നായിരുന്നു. അതിനു പിന്നിൽ അമേരിക്കൻ മുതലാളിമാരുടെ സാമ്പത്തിക താല്പര്യമുണ്ടായിരുന്നു. സ്പെയിനിൽ നിന്ന് മോചനം നേടി അമേരിക്കയുടെ പിടിയിൽ അകപ്പെടുന്നത് വറചട്ടിയിൽ നിന്ന് എരിതീയിൽ വീഴുന്നതിനോടാണ് ഹൊസെ മാർത്തി മുമ്പ് തന്നെ ഉപമിച്ചിരുന്നത്. 1898 ജൂലൈ 17 അമേരിക്കയോട് പരാജയം സംബന്ധിച്ച് സ്പെയിൻ ക്യൂബയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പിൻവാങ്ങിയെങ്കിലും ക്യൂബൻ ജനത സ്വതന്ത്രരായില്ല. സ്പെയിനിന്റെ സ്ഥാനത്ത് അമേരിക്ക കൊളോണിയൽ അധീശ ശക്തിയായി കടന്നുകൂടുകയായിരുന്നു. 1899 ജനുവരിയിൽ അമേരിക്ക ക്യൂബയുടെ ഭരണം താൽക്കാലികമായി ഏറ്റെടുത്തു. ഈ താൽക്കാലികമായ ഏറ്റെടുക്കൽ 6 പതിറ്റാണ്ടുകാലം 1959 ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ
ക്യൂബൻ വിപ്ലവകാരികൾ ക്യൂബയുടെ ഭരണം ഏറ്റെടുക്കുന്നതുവരെ ഒളിഞ്ഞും തെളിഞ്ഞും തുടർന്നു. 1902 ഔപചാരികമായി ക്യൂബയുടെ ഭരണം ക്യൂബൻ നേതാക്കൾക്ക് വിട്ടുകൊടുക്കാൻ അമേരിക്ക തയ്യാറായെങ്കിലും അപ്പോഴേക്കും ക്യൂബയുടെ സാമ്പത്തിക മേഖല, പ്രത്യേകിച്ചും ക്യൂബൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ പഞ്ചസാര വ്യവസായം അമേരിക്കൻ മുതലാളിമാർ കൈയടക്കി കഴിഞ്ഞിരുന്നു. പല വ്യവസ്ഥകൾക്ക് വിധേയമായാണ് ക്യൂബയുടെ ഭരണം അമേരിക്ക ക്യൂബക്കാർക്ക് നൽകിയത്. 1901 അമേരിക്കയുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലും തയ്യാറാക്കിയ ക്യൂബൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതി പ്രകാരം മറ്റു രാജ്യങ്ങളുമായി ഇടപാടുകൾ നടത്താനുള്ള ക്യൂബയുടെ അവകാശത്തെ തടയുകയും അമേരിക്കൻ സൈന്യത്തിന് ക്യൂബയിൽ ഏതു സമയത്തും ഇടപെടൽ അനുമതി നൽകുകയും ചെയ്തു. 1902 അമേരിക്കൻ നിയന്ത്രണത്തിൽ നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പിൽ അമേരിക്കയുടെ ഒരു പാവ സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും 4 വർഷത്തെ കാലാവധി പൂർത്തിയായപ്പോൾ പ്രസിഡന്റ് തോമസ് എസ്ട്രോഡ രാജിവെക്കാൻ തയ്യാറാവാതെ അധികാരത്തിൽ തുടർന്നു. എന്നാൽ ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നപ്പോൾ അമേരിക്ക വീണ്ടും ഭരണം നേരിട്ട് ഏറ്റെടുത്തു. 1990 വീണ്ടും അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടത്തി പാവ ഭരണം പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നാൽ അമേരിക്കയുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ നിയന്ത്രണത്തിനെതിരായ ചെറുത്തുനിൽപ്പുകൾ രാജ്യത്ത് പലവിധത്തിൽ പ്രകടമായി വരുന്നുണ്ടായിരുന്നു. ട്രേഡ് യൂണിയനുകളും സോഷ്യലിസ്റ്റ് ആശയഗതിയും ക്യൂബയിൽ ഉയർന്നു വരുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. 1910 ശേഷമുള്ള കാലഘട്ടത്തിൽ ക്യൂബയിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവും ശക്തമായി ഉയർന്നു വന്നു. 1912 നിരവധി തൊഴിലാളി സംഘടനകൾ ഒത്തുചേർന്ന് ക്യൂബൻ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ രൂപീകരിച്ചു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെയും 1922 രൂപീകരിക്കപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെയും ഉശിരന്മാരായ പ്രവർത്തകർ ചേർന്ന് 1925 ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത്. ക്യൂബയിൽ പണിമുടക്ക് പരമ്പരകളുടെയും ജനകീയ പ്രതിഷേധ പ്രക്ഷോഭങ്ങളുടെയും കാലമായിരുന്നു 1925. ഇതേ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയത് സ്വേച്ഛാധിപതിയും ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണാധികാരിയുമായിരുന്ന ബെനിറ്റോ മുസോളിനിയുടെ ആരാധകരുമായിരുന്ന ജെറാൻഡോ മച്ചാദോ ആയിരുന്നു. തൊഴിലാളി സമരങ്ങളെയും ജനകീയ പ്രക്ഷോഭങ്ങളെയും അയാൾ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി പ്രവർത്തകരെയും നേതാക്കളെയും ജയിലിൽ അടച്ചു. പലരും രാജ്യം വിട്ടുപോകാൻ രാഷ്ട്രീയ എതിരാളികളെ ഒന്നൊന്നായി ഇയാൾ വകവരുത്തി. ഇയാളെ മുന്നിൽ നിർത്തി രാജ്യത്തിന്റെ ഭരണം യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചിരുന്നത് അമേരിക്കൻ അംബാസിഡർ സെനർ വെല്ലസ് ആയിരുന്നു. 1933 ആയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങളും പണിമുടക്കുകളും ശക്തമായി. 1901 അമേരിക്കയുടെ നേതൃത്വത്തിൽ നിയന്ത്രണത്തിലും തയ്യാറാക്കിയ ക്യൂബൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഫ്ലാറ്റ് ഭേദഗതി റദ്ദ് ചെയ്യുക, തൊഴിൽ സമയം 8 മണിക്കൂറാക്കുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. മറ്റു രാജ്യങ്ങളുമായി ഇടപാടുകൾ നടത്താനുള്ള ക്യൂബയുടെ അവകാശത്തെ തടയുകയും അമേരിക്കൻ സൈന്യത്തിന് ക്യൂബയിൽ ഏതു സമയത്തും ഇടപെടാൻ അനുമതി നൽകുന്നതുമായിരുന്നു ഫ്ലാറ്റ് ഭേദഗതി. മച്ചാദോയെ താങ്ങി നിർത്തുന്നത് താങ്കളുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഹാനികരമാണെന്ന് കണ്ട അമേരിക്ക സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ അയാളെ രാജിവെപ്പിച്ചു. തുടർന്ന് തങ്ങളുടെ വിശ്വസ്തരിൽ ഒരാളായ കാർലോസ് മിഗ്വൽ ഡി സെസ് പെഡസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പാവ സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചു. എന്നാൽ ഏറെ കഴിയും മുൻപ് ക്യൂബൻ സൈന്യത്തിലെ സർജന്റായിരുന്ന ഫുൾജൻസിയ ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിൽ ഒരു സംഘം സൈനികർ അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്തു. തട്ടിക്കൂട്ട് തെരഞ്ഞെടുപ്പുകളിലൂടെ തങ്ങളുടെ ശിങ്കിടികളെ അധികാരത്തിലെത്തിക്കുന്നതിനേക്കാൾ നല്ലത് ബാറ്റിസ്റ്റ സ്വേച്ഛാധിപത്യത്തിന് പിന്തുണ നൽകുന്നതാണ് എന്ന് കണ്ട് അമേരിക്ക അതിനെ സമ്പൂർണ്ണ പിന്തുണ നൽകി. ആയിരത്തി 1959 ക്യൂബൻ വിപ്ലവം വിജയിക്കുന്നതുവരെ ഈ സംവിധാനം തുടർന്നു. ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ബാറ്റിസ്റ്റ ഭരണ സംവിധാനത്തിനെതിരെ രാജ്യത്ത് വ്യാപകമായ അസംതൃപ്തി ഉയർന്നു വന്നു. സൈനിക സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്ക് അറുതി വരുത്താൻ സായുധ ചെറുത്തുനിൽപ്പാണ് വേണ്ടത് എന്ന് ധാരണ ചെറുപ്പക്കാർക്കിടയിൽ ശക്തമായി. ഇതിന് മൂർത്ത രൂപം നൽകിയത് അക്കാലത്ത് ക്യൂബയിലെ ലിബറൽ രാഷ്ട്രീയ കക്ഷിയായ ഓർത്തഡോക്സ് പാർട്ടി നേതാവ് എഡ്വേർഡ് ചിബാസിന്റെ അനുയായിയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഫിദൽ കാസ്ട്രോ എന്ന യുവാവായിരുന്നു. ജനാധിപത്യം അനുവദിക്കാത്ത
സൈനിക സ്വേച്ഛാധിപത്യ വാഴ്ചയെ അട്ടിമറിക്കാൻ സായുധ പോരാട്ടമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് തിരിച്ചറിഞ്ഞ് കാസ്ട്രോയും കൂട്ടരും യുവാക്കളുടെ ഒരു വിപ്ലവ സേനക്ക് രൂപം നൽകി. ഈ വിപ്ലവ സേനയിൽ ലിബറൽ ജനാധിപത്യവാദികളും സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും അണിനിരന്നു. ഇടത്തരക്കാരും യുവാക്കളും തൊഴിലാളികളും ഉൾപ്പെടുന്ന ഈ വിപ്ലവ സേന ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ 1953 ജൂലൈ 26 സാന്തിയാഗോ ഡി ക്യൂബയ്ക്കടുത്തുള്ള മെൻകാഡ സൈനിക ബാരക് ആക്രമിച്ചു. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 165 വിപ്ലവകാരികൾ കൊല്ലപ്പെട്ടു. ഫിദൽ കാസ്ട്രോയും റൗൾ കാസ്ട്രോയും ഉൾപ്പെടുന്ന നിരവധി പോരാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 15 വർഷത്തെ ജയിൽ ശിക്ഷയാണ് സൈനിക കോടതി കാസ്ട്രോക്കും സംഘത്തിനും വിധിച്ചത്. സൈനിക കോടതിയിൽ വിപ്ലവകാരികളുടെ ഭാഗം വാദിച്ചുകൊണ്ട് കാസ്ട്രോ നടത്തിയ ഐതിഹാസികവും സുദീർഘവുമായ പ്രസംഗം ചരിത്രം എന്നെ കുറ്റക്കാരൻ അല്ലെന്ന് വിധിക്കും എന്ന പേരിൽ പ്രസിദ്ധമാണ്. ക്യൂബൻ വിപ്ലവത്തിന്റെ മാനിഫെസ്റ്റോ ആയാണ് ഈ പ്രസംഗം അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യബോധമുള്ള ജനത അടിമത്തത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ പൊരുതി മുന്നേറുക തന്നെ ചെയ്യുമെന്നും അതിനായി എന്ത് ത്യാഗവും സഹിക്കാനും തയ്യാറാകും എന്നുള്ള പ്രഖ്യാപനത്തോടെ അവസാനിപ്പിക്കുന്ന കാസ്ട്രോയുടെ പ്രസംഗം എക്കാലത്തും ലോകത്തെവിടെയുമുള്ള വിമോചന പോരാളികൾക്ക് പ്രചോദനം നൽകുന്നത് തന്നെയായിരിക്കും. തങ്ങളുടെ ഈ സമര പ്രസ്ഥാനത്തിന്റെ രചയിതാവ് രാഷ്ട്രപിതാവും കവിയും രക്തസാക്ഷിയുമായ ഹൊസെ മാർത്തിയാണ് എന്നും പ്രസ്തുത പ്രസംഗത്തിൽ കാസ്ട്രോ കോടതിയിൽ വ്യക്തമാക്കി. 11 മാസത്തെ ജയിൽവാസത്തിന് ശേഷം 1955 മെയ് മാസത്തിൽ പൊതുമാപ്പ് നൽകി കാസ്ട്രോയെയും സംഘത്തെയും സർക്കാർ മോചിപ്പിച്ചു. അവരുടെ മോചനത്തിനായി ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രസ്ഥാനം രൂപമെടുക്കുന്നതും ബാറ്റിസ്റ്റ ഭരണം കണക്കിലെടുക്കുന്നുണ്ടായിരുന്നു. പ്രവാസികളായി മെക്സിക്കോയിലെത്തിയ ഫിദൽ കാസ്ട്രോയും സഹ പോരാളികളും ജൂലൈ 26 പ്രസ്ഥാനം എന്ന പേരിൽ വിപ്ലവ സംഘടനയ്ക്ക് രൂപം നൽകി. അർജന്റീനയിൽ നിന്നെത്തിയ വിപ്ലവകാരിയായ യുവ ഡോക്ടർ ചെഗുവേര ഫിദൽ കാസ്ട്രോയുമായി പരിചയപ്പെടുന്നതും വിപ്ലവ സംഘത്തിൽ ചേരുന്നതും ഇവിടെ വെച്ചാണ്. സ്പെയിനിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് വിമോചന പോരാളികൾക്കൊപ്പം ആൽബർട്ടോ ബയോ ഗറില്ല സമരമുറകളുടെ പരിശീലകന്റെ ചുമതല നിർവഹിച്ചു. 1856 നവംബർ 24 രാത്രി 82 അംഗ വിപ്ലവ സംഘം ഗ്രാൻമ എന്ന നൗകയിൽ മെക്സിക്കോയിൽ നിന്ന് ക്യൂബൻ തീരത്തെത്തുകയും സൈറ മേട്ര പർവ്വതനിരകൾ കേന്ദ്രീകരിച്ച് ബാറ്റിസ്റ്റ സൈന്യത്തിനെതിരെ ഗറില്ല യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. സായുധ പോരാട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയിൽ ഫിദൽ കാസ്ട്രോ സായുധ സംഘടന ഒഴിവാക്കുന്നതിനുള്ള ഉപാധികൾ പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ വെച്ചു. ബാറ്റിസ്റ്റ അധികാരമൊഴിയുകയും എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കുകയും 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി ജനപ്രതിനിധികളെ അധികാരമേൽപ്പിക്കുകയും ചെയ്താൽ സായുധ സംഘാടനം ഒഴിവാക്കാമെന്നാണ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സ്വേച്ഛാധിപതിയായ ബാറ്റിസ്റ്റ വിസമ്മതിച്ചതിനെ തുടർന്നാണ് വിപ്ലവകാരികൾ ഗറില്ല പോരാട്ടത്തിന്റെ മാർഗം സ്വീകരിച്ചത്. ഫിദലിന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവ സേനയ്ക്ക് കർഷകരും തൊഴിലാളികളും യുവാക്കളും ഉൾപ്പെടെ ക്യൂബൻ ജനത ആവേശകരമായ പിന്തുണയാണ് നൽകിയത്. വിപ്ലവ സേന അംഗബലം കൊണ്ടും ജനപിന്തുണ കൊണ്ടും അതിവേഗം കരുത്താർജിച്ചു. 1959 ജനുവരി 1 ക്യൂബൻ വിപ്ലവം വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. അതിനു മുമ്പ് വിമോചന സേന ഹവാനയിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ബാറ്റിസ്റ്റ അമേരിക്കയിലേക്ക് ഒളിച്ചോടി. ജൂലൈ 26 പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സായുധ സമരത്തിന് സമാന്തരമായി തൊഴിലാളി പണിമുടക്ക്, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെയും വേലിയേറ്റം തന്നെ ക്യൂബയിൽ അലയടിച്ചു. ഈ ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. സൈറ മെസ്ത്രയിലെ പോരാട്ട രംഗങ്ങളിൽ തന്റെ ഇടവും വലവും നിൽക്കുന്ന സഹസമര നേതാക്കളായ റൗൾ കാസ്ട്രോയും ചെഗുവേരയെയും അന്നു തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നും റൗൾ കാസ്ട്രോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും വിദ്യാർത്ഥി യുവജന സംഘടനകളിലെ സജീവ പോരാളിയുമായിരുന്നു. താൻ തന്നെ കമ്മ്യൂണിസ്റ്റായി പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടും തന്ത്രപരമായ ഒട്ടേറെ കാരണങ്ങളാൽ ജൂലൈ 26 പ്രസ്ഥാനം എന്ന പേരും വിശാല വിമോചന സമരമുന്നണി എന്ന ഐക്യമുന്നണി തന്ത്രവും ജീവിത മന്ത്രമായി കാത്തുസൂക്ഷിച്ച ഫിദൽ അതുകൊണ്ട് തന്നെ അതുല്യനായ സമരതന്ത്രജ്ഞനാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ക്യൂബൻ വിമോചനം അരക്കിട്ടുറപ്പിക്കണമെങ്കിൽ ജൂലൈ 26 പ്രസ്ഥാനമായി നിന്നാൽ പോരാ എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് 1961 ആരംഭിച്ച പുതിയ രാഷ്ട്രീയ സംഘടനാ രൂപത്തിന്റെ അന്വേഷണം. നിലവിലുണ്ടായിരുന്ന 3 വിപ്ലവ ശക്തികളാണ് കൂട്ടിയോജിക്കപ്പെട്ടത്.
ജൂലൈ 26 പ്രസ്ഥാനം, വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിപ്ലവ ഡയറക്ടറേറ്റ്, പോപ്പുലർ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1961 ജൂലൈയിൽ ഫിദൽ കാസ്ട്രോ ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും ലയിച്ചു ചേർന്നുവെന്ന് ഇന്റഗ്രേറ്റഡ് റവല്യൂഷണറി ഓർഗനൈസേഷൻ നിലവിൽ വന്നുവെന്നും പ്രഖ്യാപിച്ചു. ഇവ ചേർന്ന് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ സംയുക്ത പാർട്ടിയായി രൂപപ്പെടണമെന്നും ഫിദൽ തുടർന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. 1961 ഡിസംബർ 2 താൻ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണ് എന്ന് ഫിദൽ ആദ്യമായി പ്രഖ്യാപിച്ചു. 1964 സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ സംയുക്ത പാർട്ടി യുണൈറ്റഡ് പാർട്ടി ഓഫ് ദ സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ എന്ന പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ക്യൂബ എന്ന് മാറ്റുന്നത്. ഏകീകൃത കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ വിജയത്തിന് സഹകരിക്കുകയും നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്ത ബ്ലാസ് റോക്ക് കാൽഡെറിയോ ആണ് 1933 മുതൽ 1961 കാസ്ട്രോ പ്രസ്തുത പദവി ഏറ്റെടുക്കുന്നതുവരെ 28 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചത്. ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ച ബ്ലാസ് 1953 മുതൽ 1965 വരെ ജൂലൈ 26 പ്രസ്ഥാനത്തിന്റെയും ഭാഗമായിരുന്നു. 1976 മുതൽ 1981 വരെ ക്യൂബയുടെ ദേശീയ അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. 1976 അംഗീകരിച്ച ക്യൂബയുടെ സോഷ്യൽ ഭരണഘടനയുടെ രചനാ സമിതിയുടെ അധ്യക്ഷനായും ആ സഖാവ് പ്രവർത്തിച്ചു. 1965 ഏകോപിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും ബ്ലാസ് റോക്കോ അംഗമായി പ്രവർത്തിച്ചു. ക്യൂബയുടെ വിപ്ലവ ചരിത്രത്തിന്റെ 1925 മുതൽ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിനു മുമ്പുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ബഹുജന സമര പ്രസ്ഥാനങ്ങൾക്കും അവഗണിക്കാൻ കഴിയാത്ത പ്രാധാന്യമുണ്ട് എന്നതാണ്. എന്നാൽ തക്ക സമയത്ത് ശരിയായ സമരതന്ത്രങ്ങൾ പ്രയോഗിച്ച ജൂലൈ 26 പ്രസ്ഥാനം യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പങ്ക് ചരിത്രപരമായി നിറവേറ്റുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ നടത്തിവന്ന പ്രവർത്തനങ്ങളുടെ ഉയർന്ന രൂപത്തിലുള്ള സ്വതന്ത്രമായ വളർച്ചയും അതിൽ കാണാവുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം കമ്മ്യൂണിസ്റ്റായി വളർന്നുകൊണ്ടിരുന്ന ഫിദൽ സംയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപാന്തരപ്പെടാൻ യാഥാർത്ഥ്യബോധത്തോടെ ആവശ്യമായ സമയമെടുത്ത് നടപടികൾ സ്വീകരിച്ചത്. ഹിസ്റ്റോറിക്കൽ തോട്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. എല്ലാവർക്കും നന്ദി.